ഉണ്ടാക്കാൻ പോകുന്നത് അവല് കൊണ്ട് ഒരു ഉണ്ടയാണ്. അപ്പം നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. ആദ്യമായി നമുക്കിതിന് വേണ്ടത് കുറച്ച് തേങ്ങ ചിരവിയത്, കുറച്ച് നട്ട്സ് നമ്മുടെ കയ്യിലുള്ളത്, പിന്നെ കുറച്ച് അവലും, പിന്നെ പഞ്ചസാര, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതുമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. എന്നാൽ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഒരു സോസ് പാനിലേക്ക് നമ്മുടെ കുറച്ച് അവല് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ അവലൊന്ന് പൊടിഞ്ഞ് വരുന്ന നമ്മൾ ഒന്ന് വഴറ്റാം. അപ്പോൾ നമ്മളിവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു പൊടിയാറായ രൂപമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത പാനിലോട്ട് അപ്പോഴത്തേക്കും ഒരു തേങ്ങ ചെരുവിയത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒരു കളറ് ചെറുതായിട്ടൊന്ന് കളറ് മാറാനായിട്ടാണ് ഇളക്കി കൊടുക്കുക. അത്ര നേരം ഒരു ബ്രൗണിഷ് കളറാവണം ഇതിന്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും മുന്തിരിയൊക്കെ ഇടാം. ഈ നട്ട്സൊക്കെ ഇടുമ്പോൾ ഇത് പൊടിച്ചിട്ട് വേണം ഇടാനായിട്ട്. അപ്പം നമ്മൾ നട്ട്സ് പൊടിച്ച് അടുത്ത പാനിലോട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇടാം. ഞാനിവിടെ ഇപ്പം 5 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങ ചിരവിയത് ചെറുതായിട്ട് ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇത് തണുക്കാൻ മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഈ തിളച്ച് വന്ന ഷുഗർ സിറപ്പിലേക്ക് അല്പം ഈ ഏലക്ക പൊടിച്ചത് ചേർക്കാം. അപ്പോൾ നമ്മുടെ അവൽ ദാണ്ട് ഇവിടെ നല്ല രീതിയിൽ പൊടിഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ ചെയ്ത് ബ്രൗണിഷ് കളറിലായിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പും കൂടെ റെഡി ആവാനുണ്ട്. ഇവിടെ അവലിട്ടുള്ള പണിയാണ് 2 കുത്തിപ്പട്ടാളം കൂടെ. നമ്മുടെ അവലിപ്പോൾ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വലിയ ബൗളിലോട്ട് അവൽ ചിരവിയതും തേങ്ങയും നട്ട്സൊക്കെ കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഈ ഷുഗർ പാനി ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഷുഗർ പാനി വെച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഇത് ഇപ്പോൾ ഒരു ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിന് വേണമെങ്കിൽ ഇങ്ങനെയും തിന്നാം, അല്ലെങ്കിൽ നമുക്കിതിന് ഇങ്ങനെ ഉണ്ടയാക്കിയും തിന്നാം. അപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇത് തിന്നാൻ പറ്റുന്നതാണ്. അപ്പം അതീവ രുചികരമായ നമ്മുടെ അവലുണ്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. എണ്ണയിൽ പോലും വറക്കാതെ ഇത് റെഡി ആയിരിക്കുന്നത് കണ്ടോ? നമുക്കിത് പെർഫെക്റ്റ് ആയിട്ടും ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇങ്ങോട്ട് അടിപൊളിയാണ് കാണിച്ചേ. സൂപ്പർ സൂപ്പർ കാണിച്ചേ.